എല്ലാ ഫീൽഡിലും AI കടന്നു വരുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിക്ചറുകളെല്ലാം AI ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മളൊരു കമാൻഡ് അവർക്ക് കൊടുക്കും AIക്ക്. അപ്പോൾ അവർ ചെയ്തു തരുന്ന പിക്ചറുകളാണ് ഇതെല്ലാം. ഇതിപ്പോൾ നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറും ഇതുപോലെ തന്നെ ചെയ്തു തരും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെന്ത് പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്, അതെല്ലാം വിശദമായി കാണിച്ചു തരുന്ന ഒരു വീഡിയോയാണിത്. ഇതെല്ലാം നമ്മൾ AI ചെയ്ത പ്രമുഖരും പ്രമുഖരല്ലാത്തതുമായ ആൾക്കാരുടെ പിക്ചറുകളാണ്. AI വന്നു കഴിയുമ്പോൾ ജോലി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി പോകാൻ ചാൻസ് ഉള്ളത് ഫോട്ടോഗ്രാഫർമാരുടെ ആയിരിക്കും. പ്രത്യേകിച്ച് പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇനി AI ചെയ്യും. നമ്മൾ ജസ്റ്റ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ AI ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല, പൈസ ചിലവില്ല, എല്ലാം AI ചെയ്തു തരും. അതുകൊണ്ട് ഒരുപാട് പേരുടെ ജോലി പോകാൻ ചാൻസ് ഉണ്ട് ഈ AI വന്നത്. നമ്മൾ ഗൂഗിളിൽ ജെമിനിയിൽ പോവുക. ജെമിനിയിൽ പോയി കഴിയുമ്പോഴത്തേനും ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം റെഫറൻസിന് വേണ്ടി. അത് കഴിഞ്ഞ് ഒരു പ്രോംപ്റ്റും കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ നാനോ ബനാന എന്നുള്ള ആ ഒരു ഇതിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഇമേജ് ആയിരിക്കും. ഈ പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്, അതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതെല്ലാം വിശദമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ പിക്ചറിൻ്റെ വിശദമായിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ ഇതിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഫോട്ടോയും ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക് യു.